ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നോ ഡ്രോപ്പ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനുമായിട്ടാണ്. എനിക്കറിയാം ഭയങ്കര നോയ്സ് ഉണ്ട്. കാക്ക, പൂച്ച, തത്ത, കുയിൽ എല്ലാ പണ്ടാരവും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോയ്സ് വരുന്നതിനോട് ക്ഷമിക്കുക. അപ്പം എന്താണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനെന്നും ഞാനത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോയിലേക്ക്. ഹായ് ഗൈസ്, ഞാനതിന് ആദ്യം യൂസ് ചെയ്യുന്നത് ഒരു ചില്ല് ബോട്ടിലാണ്. ദെൻ വൈറ്റമിൻ സി സിറം. ഞാൻ വാവിൻ്റെ വൈറ്റമിൻ സി സിറമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നതാണ്. ദെൻ ആൽമണ്ട് ഓയിലിന് പകരം വൈറ്റമിൻ ഇ ക്യാപ്സൂളും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അലോവേര ജെല്ല് ഞാനിവിടെ അർബൻ ബൊട്ടാണിക്സിൻ്റെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡിൻ്റെ അലോവേര ജെല്ല് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ആൽഗുഡ്നസിൻ്റെ ഗ്ലിസറിൻ. ദെൻ ആൽഗുഡ്നസിൻ്റെ തന്നെ റോസ് വാട്ടർ. ഇത് നമുക്ക് ഈ ഈ ചെറിയൊരു ചില്ലുകുപ്പിലേക്ക് ആദ്യം തന്നെ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കാം. അലോവേര ജെല്ല് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബദാം ഓയിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 ഡ്രോപ്സ് അല്ല, അതിൽ കൂടുതൽ, അതായത് ഒരു ചെറിയ ടീസ്പൂണോളം ബദാം ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ യൂസ് ചെയ്യാം. ദെൻ വൈറ്റമിൻ സി സിറം ഒരു 3-4 ഡ്രോപ്സ് ഒന്നും വേണ്ട. നിങ്ങൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഒരു 1-2 ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ മതിയാവും. ദെൻ ഞാൻ യൂസ് ചെയ്യുന്നത് ആൽഗുഡ്നസിൻ്റെ ഗ്ലിസറിനാണ്. അപ്പോൾ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ട്, ഒരു ക്ലിയർ സ്കിൻ കിട്ടാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതും ഒരു 2-3 ഡ്രോപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ് വാട്ടർ. ഇത് ഞാനൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആകാനായിട്ടൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ദെൻ ഇതുപോലത്തെ സ്റ്റിക്ക് എടുത്തിട്ട് ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സ്പൂണൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഈ കുപ്പിക്കകത്ത് സ്പൂണ് കിടക്കാത്തത് കൊണ്ടാണ് ഞാൻ ചെറിയൊരു മരത്തിൻ്റെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇത് ഇളക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് സ്കിന്നൊന്ന് ഫെയർ ആക്കി വെക്കുക, അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ ബ്രൈറ്റൻ ആക്കി വെക്കുക, അങ്ങനെയൊന്നുമില്ല. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന കറുപ്പ്, അതുപോലെ കയ്യിൻ്റെ മുട്ടൊക്കെ കറുപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മാറാനായിട്ടും, പിന്നെ നമ്മുടെ സ്കിന്ന് ഇപ്പം ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റാട്ടോ ഇത്. അത് ഒന്ന് അപ്പം അവർക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. പിന്നെ ഓയിലി സ്കിന്നുകാരത് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓയിലി സ്കിൻ ആൾക്കാർ യൂസ് ചെയ്യേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി ബദാം ഓയിൽ, ആൽമണ്ട് ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നൈറ്റ് കിടക്കുമ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ട. ഇപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എൻ്റെ ഈ മൗത്തിൻ്റെ ഏരിയ വന്നിട്ട് ഡ്രൈയും, പിന്നെ മൂക്ക് ഭയങ്കര ഓയിലി ആയിട്ടും, എഗെയിൻ ഫോർഹെഡ് പിന്നെ ഓയിലി ആയിട്ടാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ പിമ്പിൾസും കാര്യങ്ങളും അധികം വരത്തില്ല. അങ്ങനെ ഒരു സ്കിൻ ടൈപ്പാണ്. സോ ഞാൻ ആ കാര്യത്തിൽ ലക്കിയാണ്. എനിക്കധികം പിമ്പിൾസ് ഒന്നും വരത്തില്ല. എന്ത് സാധനം യൂസ് ചെയ്താലും അങ്ങനെ പിമ്പിൾസ് ഒന്നും വരത്തില്ല. പിന്നെ ഈ കുപ്പി കണ്ടിട്ട് നിങ്ങൾ ഇതാകണ്ട. ഇത് പണ്ടെങ്ങോ വാങ്ങിച്ച ഗാർണിയറിൻ്റെ ചില്ലുകുപ്പിയാണ്. അപ്പം ഇങ്ങനത്തെ ചില്ലുകുപ്പിയിൽ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്രീമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കുക. എന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ആണ് നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടായെന്നുള്ളത് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ് ത്രൂ അറിയിക്കുക. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് നാക്ക് പിഴക്കുന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇച്ചിരി ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. നമുക്കിത് പെട്ടെന്ന് അബ്സോർബായി പോകും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. പിന്നെ തെറ്റിപ്പോകുന്നല്ല ഈശ്വര.
ഉണ്ടോ ഈ ഒരു രീതിയിലാണ് ഇതിരിക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം എമൗണ്ട് എടുത്തിട്ട് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ നമ്മളിത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അലോവേര ജെല്ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ പെട്ടെന്ന് അബ്സോർബായി പോയിക്കോളും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓയിലി സ്കിന്നുകാർ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ നിങ്ങളൊരു ഓവർനൈറ്റ് വെക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നിങ്ങൾ ഇതുപോലെ ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ അടുത്തൊന്ന് തേച്ചിട്ട് ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ 1 hour വെച്ചാൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാഷ് ഓഫ് ചെയ്താൽ മതി. ഉണ്ടോ ഒരു ഗ്ലോ ഉണ്ടാകും നമ്മുടെ സ്കിന്നിന്, നല്ല ഗ്ലോ ഉണ്ടാകും. പിന്നെ ഇത് ഡേ ടൈം നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡേ ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡേ ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതും ഇപ്പം നമ്മുടെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾ മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതൊരു SPF ഒരു 50+ ഉള്ളത്, PA+++ ഉള്ളതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ഡെംഡോക്കിൻ്റെയും ഒക്കെ നല്ല സൺസ്ക്രീനാണ്. അതുപോലെ റീക്വൽ ഇതൊക്കെ നല്ലൊരു സൺസ്ക്രീനാണ്. ഞാൻ യൂസ് ചെയ്യണത് ഡെംഡോക്കിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലുള്ള ഒരു സൺസ്ക്രീനാണ്. അതുമാത്രമല്ല നമുക്ക് വൈറ്റ് കാസ്റ്റ് സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സോ ഡേ ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. കണ്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നോക്ക്, അബ്സോർബായി പോയി. ഇത്രയേ ഉള്ളൂ, അബ്സോർബായി പോയി. ഇത് നമ്മുടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരച്ചാലൊന്നും മറ്റേ എന്താ പറയുക, അതിന് മലയാളത്തിൽ എന്താ പറയുക അറിയില്ല, നമ്മളിങ്ങനെ വരച്ച് കഴിയുമ്പം ഈ വൈറ്റ് പോലെയൊക്കെ വരത്തില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരത്തൊന്നുമില്ല. നല്ലൊരു മോയ്സ്ചറൈസർ കൂടെയാണിത്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ പറ്റുന്ന ആൾക്കാർ ഉണ്ടാക്കി നോക്കുക. പോട്ടെ. അപ്പോൾ എന്തായാലും കമൻറ്റ് തന്നെ കാര്യങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ്, അത് ഫസ്റ്റ് പറയേണ്ടത് ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സഹായിക്കുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.